വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രതിപക്ഷം നിലകൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല രാഷ്ട്രീയം. നിർമ്മലാ സീതാരാമനുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയെ പ്രതിപക്ഷം തെറ്റായി വ്യാഖ്യാനിച്ചു. ഖേദം പ്രകടിപ്പിച്ച് പ്രതിപക്ഷം വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിർബൽ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, പ്രതിപക്ഷത്തെ കണക്കിന് പരിഹസിച്ചും ഉപദേശിച്ചും രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് കണക്കറ്റ് മറുപടി നൽകിയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ നിയമസഭയിലെ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് ആ തരത്തിൽ തന്നെ മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. മറിച്ച് കേരളത്തിന്റെ നേട്ടങ്ങളെ സർക്കാർ 9 വർഷക്കാലമായി ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി സഭയിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായിട്ട് ഉയർത്തി വന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴുള്ള അഭിപ്രായം എന്താണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ ചോദിക്കുകയുണ്ടായി. ഒന്ന് വാളയാർ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, മറ്റൊന്ന് AK സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ച കേസിൽ. ഇതെല്ലാം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും CPM-നെ പ്രതിക്കൂട്ടിലാക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. AKG സെന്റർ ആക്രമണത്തിന്റെ പേരിലുണ്ടായിരുന്ന കഥ ഇപ്പോൾ ആരും പറയുന്നില്ലാരും. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളായിരുന്നു പറഞ്ഞത്. സർ, വാളയാർ കേസിൻ്റെ കാര്യം, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്? ഒരാളെ തോളിലേറ്റ് നടന്ന് സ്ഥാനാർത്ഥിയാക്കി, LDF-നെ തോൽപ്പിക്കാൻ കേരളത്തിലാകെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ചു. ഒടുവിൽ CBI വന്നു, കേരള സർക്കാർ സഹകരിച്ചു. എന്തായി? ഒടുവിലെന്തുണ്ടായി? പ്രതിപക്ഷം സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് എന്ന നിലപാട് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ആവർത്തിച്ചു. മാത്രമല്ല, പ്രതിപക്ഷത്തെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇനിയെങ്കിലും തിരുത്തി ജനങ്ങളോട് മാപ്പ് പറയണം എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. തങ്ങൾക്ക് പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഒരു ഖേദപ്രകടനം ഈ സഭയിലൂടെ സംസ്ഥാനത്തിലെ ജനങ്ങളോട് നടത്തുന്നതായിരുന്നു നല്ലത്. മിനിമം അത്രയെങ്കിലും ചെയ്താലേ ജനമധ്യത്തിൽ അല്പമെങ്കിലും വിശ്വാസ്യതയുണ്ടാവൂ എന്നെങ്കിലും തിരിച്ചറിയണമായിരുന്നു. ഞങ്ങളിനി ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് നിങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ തെറ്റേറ്റു പറയാൻ നിങ്ങൾക്ക് മനസ്സുമുണ്ടാവില്ല. ഏതെല്ലാം തരത്തിൽ പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിച്ചാലും അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും ഒരു സംഘം മാധ്യമങ്ങൾ കൂട്ടുനിന്ന് ഏത് തരത്തിലും പ്രചരണം നടത്തിയിരുന്നാലും സത്യം ഒരു നാൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് ഇത് പൂർണ്ണമായി ബോധ്യമുണ്ട്. എത്ര തരത്തിൽ നിങ്ങൾ കരി വാരി തേക്കാൻ ഈ സർക്കാരിന് ശ്രമിച്ചാലും ആ കരി മുഴുവൻ ഈ പ്രതിപക്ഷത്തിന്റെ ദേഹത്ത് പുരളുകയേ ഉള്ളൂ എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള കടന്നാക്രമണവും പരിഹാസവും പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായി. ഏറ്റവും വലിയ തരത്തിൽ ഇന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെ ഓരോന്നും വിമർശിച്ച് പരിഹസിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആ ആരോപണങ്ങളുടെ കരിമ്പുയർത്തി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നോക്കുക. സത്യത്തിന്റെ കാറ്റും വെളിച്ചവും ഇരമ്പിയെത്തുമ്പോൾ ആ പുകക്കരി ആകെ അകന്നു പോവുക. ഈ സർക്കാർ കൂടുതൽ തിളക്കത്തോടെ, പത്തരമാറ്റ ശക്തിയോടെ വിളങ്ങി നിൽക്കുക. സർ, സത്യത്തിൻ്റെ വെളിച്ചം പടരുന്ന മുറക്ക് ഈ കരിമ്പുകയാകെ ആരോപണം ഉന്നയിച്ചവരുടെ മുഖത്തെ മാറാക്കറകളായി പതിഞ്ഞു നിൽക്കുക. ഇതല്ലേ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാലങ്ങളായി പ്രതിപക്ഷം, കഴിഞ്ഞ 9 വർഷക്കാലമായി പ്രതിപക്ഷം സഭയിൽ ഓരോ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതെല്ലാം ഓരോന്നിനും മുഖ്യമന്ത്രി എണ്ണി മറുപടി പറയുകയായിരുന്നു. ഏറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പിന് ദേശീയ തലത്തിൽ കിട്ടിയ അംഗീകാരം, കേരളത്തിന്റെ പോലീസിന്റെ കുറ്റമറ്റ പ്രവർത്തനം, ഇവയൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരുമായി, അതായത് UDF സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനവും കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനവും, ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി അതേ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തു. നിർമ്മലാ സീതാരാമനും ഗവർണറും ഒപ്പം ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുള്ള രമേശ് ചെന്നിത്തലയുടെ ശ്രമത്തെ മുഖ്യമന്ത്രി പരാജയപ്പെടുത്തി. കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ
കാര്യങ്ങളാണ്. മറ്റു തരത്തിൽ വിവാദങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു, തങ്ങളും ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാര്യങ്ങൾ അവിടെ മാത്രമാണ് അവിടെ ചർച്ച ചെയ്ത്. ഒരു സ്വകാര്യ സന്ദർശനം മാത്രമാണ്. അതിനെ മറ്റു തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനെയും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ തുറന്നു കാട്ടി. അസിത. ശരി, നിരപ്പൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.